ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞങ്ങളുടെ വീട്ടിലെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ പൂജാമുറി കേട്ടോ. എനിക്ക് ഏറ്റവും കണ്ടിരിക്കാൻ ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ്. നോക്കിയിരിക്കാൻ തോന്നും എനിക്ക് ഫോട്ടോസ് എടുക്കുമ്പോഴും വീഡിയോസ് എടുക്കുമ്പോഴും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടണമെന്ന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. മീഷോയിൽ ഞാൻ വാങ്ങുന്ന ടൈമിൽ ഒരു 450 ആ റേറ്റ് ആയിരുന്നു. ഇപ്പോൾ ചേഞ്ചായി. പിന്നെ ഒപ്പം നമ്മുടെ പൂജാമുറിയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഗണപതിനെയും ലക്ഷ്മിനെയും സരസ്വതിനെയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും ഓൺലൈനായിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. 100, 150, 200, 250 ആ ഒരു റേറ്റിലാട്ടോ. ഇപ്പം ചേഞ്ച് ആയോ എന്ന് എനിക്കറിയില്ല. എനിക്കിവരെ 3 പേരും ഒരുമിച്ച് ഇങ്ങനെ ഇരുത്തണം. പിന്നെ ഒപ്പം ഗുരുവായൂരപ്പനെയും ആദിയോഗിനെയും വെച്ചിട്ടുണ്ട്. സെറ്റ് ചെയ്ത ടൈമിൽ ഒരു ചെറിയൊരു ബാറ്ററി വെച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ്. ലൈറ്റ്സൊക്കെ നല്ലൊരു വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് സെറ്റ്. പിന്നെ ഇതിൽ കുറേ മാറ്റങ്ങളായിരുന്നു വരുത്തി. അത് നമുക്ക് കാണാട്ടോ. ചെറിയൊരു വിളക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും ഡെയിലി ആൾ കത്തിക്കും. ആളുടെ ഒരു റൊട്ടീനാണ് കുളി കഴിഞ്ഞ് വന്നെന്ന് ഇവിടെ പ്രാർത്ഥിക്കുക. മുമ്പ് ആ ഒരു മൂടിൽ വെച്ചിരിക്കുന്ന ഫോട്ടോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഇത് ഗിഫ്റ്റ് കൊടുത്തല്ലോ. അപ്പോൾ പിന്നെ ഇവിടെ ഡെയിലി വിളക്ക് വയ്ക്കും. പിന്നെ ഒരു വിഷു ടൈമിലാണ് വന്നതുകൊണ്ട് ഞാൻ കണിക്കൊന്ന ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെ സെറ്റ് ചെയ്ത് അന്ന് വെച്ച് പിന്നെ അത് എടുത്തിട്ടില്ല. അത് ഈ ഒരു പൂജാമുറിയിൽ ഇങ്ങനെ കിടക്കണതാണ് നല്ല ഭംഗിയാണ്. ആ ഒരു ഐശ്വര്യം കൂടിയിട്ടുള്ളൂ അത് വെച്ചപ്പോൾ. ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിരിക്കുക അങ്ങനത്തെ ടൈപ്പൊന്നുമല്ല കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ കാണാൻ. എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തോന്നണ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഞാനീ പറയണ എൻ്റെ കണ്ണിൽ തോന്നണ ഒരു ഭംഗിയ ഐശ്വര്യമൊക്കെ ആട്ടാ. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യുക എൻ്റെ പൂജാപുരം എങ്ങനെയുണ്ടെന്ന്. പിന്നെ ആൾ കുറച്ച് ചേഞ്ചസ് വരുത്തിയെന്ന് പറഞ്ഞില്ലേ. ആദ്യം ബാറ്ററി ആയിരുന്നു. അപ്പോൾ അതിങ്ങനെ മങ്ങി വരും ലൈറ്റ്. പിന്നെ ആൾ ഉള്ളിൽ ഓമിൻ്റെ അവിടെ കളർഫുൾ LED കുറച്ച് ഇങ്ങനെ സ്ട്രിപ്സ് വാങ്ങാൻ കിട്ടുമല്ലോ, അതിങ്ങനെ കട്ട് ചെയ്ത് ആൾ ഡയറക്റ്റ് കറണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ്സ് ഫുൾ ഓഫ് ചെയ്യുമ്പോൾ നമ്മുടെ പൂജാമുറിയിൽ ഇങ്ങനെ ലൈറ്റ് കത്തും. ലൈറ്റ്സ് ഓൺ ആക്കുമ്പോൾ പകൽ ടൈമിൽ ഫുൾ ഇങ്ങനെ കത്തിച്ച് വയ്ക്കും ഞങ്ങൾ. പിന്നെ രാത്രി ആകുമ്പോൾ വൈറ്റ് LED ഇല്ലേ, അത് കത്തിച്ചിടും. അപ്പോൾ ഫുൾ ലൈറ്റ് നമുക്ക് എല്ലായിടത്തേക്കും കിട്ടും. രാത്രി നൈറ്റിലൊക്കെ നമുക്ക് ഇടുന്ന് ഉറങ്ങുന്ന ടൈമിലും കത്തിച്ചിടുമ്പോൾ പെട്ടെന്ന് ഹോളിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ലൈറ്റ് ഉണ്ടാവുമല്ലോ. ഞങ്ങളുടെ ചെറിയ ടെമ്പിൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ.